ബേപ്പൂരിൽ തോറ്റാൽ മൊട്ടയടിച്ച് കമ്മലിട്ട് നടക്കാമെന്ന് യു.ഡി.എഫ് സ്ഥാനാർത്ഥി പി.വി. അൻവർ. തോറ്റാൽ മൊട്ടയടിക്കാൻ പി.എ. മുഹമ്മദ് റിയാസ് തയ്യാറാകുമോ എന്ന് പി.വി. അൻവർ വെല്ലുവിളിച്ചു. തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് അനുകൂല സുനാമി ഉണ്ടാകുമെന്നും പി.വി. അൻവർ പറഞ്ഞു. ബേപ്പൂരിൽ ഞാൻ പരാജയപ്പെട്ടാൽ കിഡ്സൺ കോർണർ തൊട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ മൊട്ടയടിച്ചിട്ട് കാതിൽ 2 കമ്മലിട്ട് നടക്കാം. മുഹമ്മദ് റിയാസിനെ വെല്ലുവിളിക്കുക. മൊട്ടയടിച്ച് കാതിൽ 2 കമ്മലുമിട്ട് കിഡ്സൺ കോർണറിൽ നിന്ന് ആരംഭിച്ച് മിഠായി തെരുവിലൂടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ തയ്യാറാണ്. മുഹമ്മദ് റിയാസ് കമ്മലിടണ്ട, മൊട്ടടിക്കാൻ തയ്യാറുണ്ടോ? വെല്ലുവിളിയാണ്. പറഞ്ഞു പോയാൽ പോരാ. സുനാമി എപ്പോഴും വരെ കടലിൻ്റെ അടിയിൽ കൂടെ വന്നിട്ട് മേലോട്ട് പൊങ്ങുമ്പോഴേ അറിയുള്ളൂ. ഒരനക്കം ഉണ്ടാവില്ല. കേരള രാഷ്ട്രീയത്തിൽ ആ സുനാമി ഇവിടെ സംഭവിക്കും. ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്ന കോഴിക്കോട് നിന്ന്. ദീപക്, രാവിലെ സംസാരിക്കുമ്പോൾ പി.എ. മുഹമ്മദ് റിയാസിന്റെ ആത്മവിശ്വാസം കണ്ടതാണ്. അതിലുമേറെയാണല്ലോ പി.വി. അൻവറിന്. ദീപക്, രാവിലെ ഗുഡ് മോർണിംഗ് വിത്ത് SKNൽ ചേരുമ്പോൾ മുഹമ്മദ് റിയാസ് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. മാത്രവുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ നടന്നിട്ടില്ല. അഥവാ നടന്നെങ്കിൽ 50% വോട്ട്, മുസ്ലിം വോട്ടുള്ള ബേപ്പൂരിൽ വലിയ ഭൂരിപക്ഷത്തിൽ മുഹമ്മദ് റിയാസ് ജയിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എന്നാൽ അതുക്കും മേലെയുള്ള ആത്മവിശ്വാസമാണ് പി.വി. അൻവർ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പ്രകടിപ്പിക്കുന്നത്. ഒരു സുനാമി പോലെ യു.ഡി.എഫിന് അനുകൂലമായി ഇടതുമുന്നണിക്കെതിരായിട്ടുള്ള ഒരു വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ആളിക്കത്തുമെന്നുള്ളതാണ്. അതിൽ അദ്ദേഹം ഒരു വെല്ലുവിളി ഉയർത്തുകയാണ്. ബേപ്പൂരിൽ തോറ്റാൽ താൻ മൊട്ടയടിച്ച് SM സ്ട്രീറ്റിൽ നിന്നും മാനാഞ്ചിറയിൽ നിന്നും നടന്നു പോകും, കടുക്കനിട്ട് കാതിൽ കമ്മലിട്ടുകൊണ്ട് നടന്നു പോകും എന്ന് മുഹമ്മദ് റിയാസിനെ വെല്ലുവിളിക്കുകയാണ്. എന്നാൽ താൻ തോൽക്കുകയാണെങ്കിൽ മുഹമ്മദ് റിയാസ് അത് ചെയ്യുമോ? അതായത് മുഹമ്മദ് റിയാസിന് തോൽവി ഉണ്ടാവുകയാണെങ്കിൽ മൊട്ടയടിക്കാൻ തയ്യാറാകുമോ, അതിനൊരു എഗ്രിമെൻറ്റിന് തയ്യാറാകുമോ എന്നുള്ളൊരു വെല്ലുവിളിയാണ് പി.വി. അൻവർ ഉയർത്തിയിരിക്കുന്നത്. അത്രമേൽ വലിയ വിജയപ്രതീക്ഷയാണ് പി.വി. അൻവർ പറയുന്നത്. മാത്രവുമല്ല, 86 സീറ്റ് ഉറപ്പായി യു.ഡി.എഫിന് കിട്ടും. ഇടതുമുന്നണിക്കെതിരായ വലിയ സുനാമി ഉണ്ടാകും. അതിൽ 23 സീറ്റ് കൂടി അധികമായി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു 107 സീറ്റിലേക്കെങ്കിലും യു.ഡി.എഫ് പോയേക്കും എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. എന്നാൽ അതേ സമയത്ത് ഇടത് നേതാക്കളെല്ലാം തന്നെ എക്സിറ്റ് പോൾ ജനങ്ങളെ പൂർണ്ണമായി തള്ളുകയുമാണ്. അതിനിടയിലാണ് അൻവർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഡോക്ടർ ഉന്മേഷ്. ശരി, ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.